ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടോ? അപ്പൊ ചേട്ടനോ? പേടിയാണ്. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിത് ഇന്ന് ക്രിസ്മസ് ആയിട്ട് ബീച്ചിൽ വരെ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ക്രിസ്മസ് ആയിട്ട് കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ബീച്ചിൽ. അപ്പോൾ കാറ്റാടി ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെയൊക്കെ തന്നെയാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാനും ചുമ്മാ എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ഇട്ട സ്റ്റാറും ലൈറ്റും ഒക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കെ സിനിമാസിലേക്കാണ്. അപ്പോൾ നാളെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. ആ സിനിമയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് കെ സിനിമാസിൽ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഡയറക്റ്റ് പോയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ വാപ്പൻ്റെ വീട്ടിലേക്കാണ് പോയത്. കാരണം വാപ്പനും ആൻറ്റിയും അനന്തും അമ്മും ഞാനും ചേട്ടായും കൂടെ, അപ്പം ഞങ്ങൾ 6 പേരും കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ വന്നപ്പോൾ തന്നെ വാപ്പൻ വഴിയിലിരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ വീട്. അപ്പോൾ ആൻറ്റി ഞങ്ങൾക്ക് കയറി ചെന്നപ്പോഴേ കേക്കൊക്കെ തന്നു. അപ്പോൾ കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം അവർ റെഡി ആയായിരുന്നു. അപ്പോൾ റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് വിടുകയാണ്. അപ്പോൾ അനന്തും അമ്മ ഒരു വണ്ടിക്ക്, വാപ്പനും ആൻറ്റിയും വേറെ വണ്ടിക്ക്, അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് പോയി. അപ്പോൾ വാപ്പനും ആൻറ്റിയും നേരെ പോയത് പെട്രോൾ അടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ കാണുമെന്നും പറഞ്ഞ് ഞങ്ങൾ 4 പേരും ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി. ഇതാണ് ബീച്ചിലോട്ട് പോകുന്ന റോഡിലെ തിരക്ക് കേട്ടോ. ബ്ലോക്കെന്ന് പറഞ്ഞാൽ അപാര ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ഒരു വിധത്തിലാണ് അവിടെ എത്തിപ്പറ്റിയത്. കാറും കൊണ്ടെങ്ങാനും ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. നമുക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ബൈക്കിന് തന്നെ പോകാൻ തീരുമാനിച്ചത്. ഒരു ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഓർക്കും എല്ലാവരും വീട്ടിലൊക്കെ തന്നെ ചുമ്മാ സ്പെൻഡ് ചെയ്ത് വെറുതേക്ക് ഇരിക്കുമായിരിക്കുന്നു. ഒരിക്കലും അല്ല, ഇവിടെ വരണം, ബീച്ചിൻ്റെ സൈഡിൽ വരണം. എപ്പോഴും നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ വെളിയിലിറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നടക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം അങ്ങനെയാണ്. നമുക്കൊരു ലൈഫേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുക, മാക്സിമം നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്താൽ. വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ടൊന്നും നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. അതിലും നല്ലത് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോലീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കാറ്റാടി ബീച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലായിടവും ഇങ്ങനെ കയറി ഇറങ്ങി എൻജോയ് ചെയ്തൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു തിരക്കാണ് കേട്ടോ. ഇത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം കൂടുതലും വണ്ടികളുടെ തിരക്കാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഒരുപാട് ആളുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യിക്കുന്നത്. കാരണം വണ്ടികൾ പോകാൻ ചെറിയ റോഡാണ്. അപ്പോൾ ആ റോഡിൽ കൂടെ പോകാൻ തന്നെ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, വണ്ടി ഇങ്ങനെ തിങ്ങിയാണ് പോകുന്നത്. നിർത്തിയ വണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി പോകാൻ ഭയങ്കര പാടുപെടുന്നത്. പിന്നെ റോട്ടിൽ കൂടെ ആൾക്കാർ കയറി നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നടന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി വരികയാണ്. ഇവൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ വരത്തില്ല. ആങ്ങളെ അതെ പെങ്ങളും അതെ, 2 പേരും വീഡിയോയിൽ മുഖം കാണിക്കാൻ ഭയങ്കര മടിയാണ്. അവൾക്കൊരു ഈ ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ അവരുടെ ഫേസ് റിവീൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ വരാൻ ഓൾറെഡി അവൾക്ക് മടിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുടെ കാണണേ. അങ്ങനെ ഇങ്ങനെയാണ് ബീച്ചിൻ്റെ അവിടെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വെറൈറ്റി ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത് കാറ്റാടി ബീച്ച് എന്ന് എഴുതിയിട്ട് ട്രീയുടെ രൂപത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത പോലെ അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്.
അപ്പം ഞങ്ങളവിടെ കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് ജയന്റ് വീലിൽ കയറണമെന്നും പറഞ്ഞ് ഞാനും അമ്മും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെയല്ല കയറിയാൽ നീ ശരിക്കും പേടിക്കും, അതുകൊണ്ട് അതേ കയറണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞാനും അമ്മു ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും അനന്തുവിനെയും ചേട്ടാനെയും വിളിച്ചിട്ട് അവർ വരുന്നില്ല. അപ്പോൾ ആ ടൈം കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ആൻറ്റിയും വാപ്പനും വന്ന്. അപ്പോൾ ആൻറ്റിയും വാപ്പനും ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ കൂടെ കയറുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അവരും കയറാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാലൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നേരെ വാതിൽക്കൽ തന്നെ റിസോർട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ റിസോർട്ടിൻ്റെ അടുത്ത് വന്ന് നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പോഴും അമ്മ എന്നോട് പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് കയറാമെന്ന്. പക്ഷേ എനിക്ക് പേടിയാട്ടോ, എനിക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കയറണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്കും കൂട്ടായിട്ട് അവളുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമുണ്ട്. പക്ഷെ ചേട്ടാ എന്നെ കയറ്റത്തില്ലായിരുന്നു. നീ കയറിയാൽ നീ പേടിക്കും, ചേട്ടായിക്ക് ടെൻഷനാണെന്നും പറഞ്ഞ് എന്നെ കയറ്റത്തില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാനും അമ്മും കൂടെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ കയറാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ചേട്ടായി ടിക്കറ്റൊക്കെ എടുത്ത് തന്ന്. ഇപ്പോഴും എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്തിൻ്റെ പുറത്താണ് ഇത് കയറാൻ പോകുന്നതിനൊന്നും. കാരണം അവളുടെ ഒരു സന്തോഷത്തിന് ഞാനും കൂടെ കയറിയതാണ്. പക്ഷെ എനിക്ക് പേടിയുണ്ട്, എങ്കിൽ കൂടെയും ഇതൊക്കെ എൻജോയ് ചെയ്യണമല്ലോ, അങ്ങനെയുള്ള ഒരു മൈൻഡിലാണ് ഞാൻ കയറിയത്. അപ്പോൾ കയറാൻ പോകുന്നതിന് മുന്നേ എന്നോട് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പേടിയുണ്ട് എന്ന് തന്നെയൊക്കെയാണ് പറയുന്നത്. ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടോ? അപ്പൊ ചേട്ടനോ? അങ്ങനെ ഞാൻ ചിരിച്ച് കളിച്ച് കാവടി തുള്ളിയാ പോകുന്നെങ്കിലും ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് കേട്ടോ. കാരണം താഴെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നും. അങ്ങനെ ഞങ്ങൾ ഇതേ കയറിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കയറുമ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ കയറും, നമ്മളെപ്പോഴും അടുത്ത കയറുന്നതെന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. ആദ്യമായിട്ട് കയറുന്നതിൻ്റെതായ കുറേ പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നെങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനും അമ്മ പയ്യെ ഓരോന്ന് പറയാൻ തുടങ്ങി. പിന്നെ അവർ സ്ലോ ആക്കിയിട്ട് അങ്ങോട്ട് സ്പീഡാക്കാൻ തുടങ്ങും. പിന്നെ നമ്മളിരുന്ന് കാറിലും കൂലും മാത്രമേ ഉള്ളൂ. ശരിക്കും ഞാൻ പേടിച്ചു കേട്ടോ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് കൂടെ കറങ്ങരുത്. എന്താ എന്റെ അപ്പുറത്തെ എങ്ങനെയുണ്ട് ഇങ്ങോട്ടേക്ക് എങ്ങനെയുണ്ട്? അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീമും ഇങ്ങനെ ഒരു എന്താ ഇതിൻ്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ വന്ന്. അപ്പോൾ ആ ടൈമിൽ പോയി അനന്തുവിന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച്. അപ്പോൾ അവൻ്റെ വീഡിയോ ഞാൻ എടുത്താണ് കേട്ടോ. അവൻ സാധാരണ വീഡിയോ വരാറില്ല. അപ്പോൾ നിൻ്റെ വീഡിയോ എടുത്തു എന്നും പറഞ്ഞാണ് ഞാൻ വന്നത്. അപ്പോൾ ആൻറ്റിക്കും വാപ്പനൊക്കെ കൊണ്ട് കൊടുത്തു. ആൻറ്റി ഇഷ്ടപ്പെട്ട, വാപ്പനത് വലിയ ഇഷ്ടമൊന്നും ആയില്ല, അതങ്ങനെ അത് കഴിച്ചൊന്നുമില്ല. അങ്ങനെ ആൻറ്റി കുഴപ്പമില്ല നല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഓരോരോ അടുത്ത റൈഡൊക്കെ കണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഞങ്ങൾ സീ ഫുഡ് കഴിക്കാനായിട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സീ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് ശിവേട്ടൻ്റെ കടയിലാണ്. ഇതിനു മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല തിരക്കാണ്, ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നിട്ട് നടക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് കടയ്ക്കുള്ളിൽ ഞങ്ങൾ കയറി. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്തെ ആൾക്കാരൊക്കെ കുറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഞാനും ആൻറ്റിയും വാപ്പനും അമ്മുവും അനന്തും ചേട്ടായും ഞങ്ങൾ 6 പേരും കൂടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനും ചേട്ടായും കപ്പയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അവർ ഓർഡർ ചെയ്തേക്കുന്നത് സീ ഫുഡ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതൊക്കെ വന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഇവിടെയും കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി, എങ്കിലും അതൊക്കെ നികത്തിയതിന് ശേഷം ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കാറ്റാടി ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങോട്ടാണ് നടക്കുന്നത്. അവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളായിരുന്നു ഈ കടയിലേക്ക് നടക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഈ ഗെയിം അവിടെ നടക്കുന്നത്. അപ്പോൾ ചേട്ടായി അത് കൊടുത്ത് 50 രൂപയ്ക്ക് 8 എണ്ണോ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പോൾ അതിങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഇതുണ്ടല്ലോ.
അപ്പോൾ അതിങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലേക്ക് എറിയുമ്പോൾ ആ സാധനം കിട്ടും. പക്ഷെ എനിക്കിത് പറ്റിയതായിട്ടാണ് തോന്നുന്നത്. കാരണം അവിടെ നിന്ന് ഏറെക്കുറെ പേർക്കും കിട്ടിയില്ല. പിന്നെ ഏതോ ഒരു കൊച്ചെറിഞ്ഞപ്പോൾ ഒരു ബിസ്ക്കറ്റ് എങ്ങാണ്ട് കിട്ടുന്നത് കണ്ടായിരുന്നു. അങ്ങനെ ചേട്ടായും വാപ്പനും അനന്തും എറിഞ്ഞ്. അപ്പോൾ അവരൊന്നും എറിഞ്ഞിട്ടൊന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ. കുറേ നേരം ട്രൈ ചെയ്തു, ഒന്നും കിട്ടിയില്ല. എല്ലാം തട്ടി താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞ് നീ എറിയാനായിട്ട്. അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് എറിയണോ വേണ്ടയോ, എങ്ങാനും എറിഞ്ഞാൽ കിട്ടിയാലോ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് ഓർത്ത് ഞാനും അങ്ങോട്ട് എറിയാനായിട്ട് പോവാണ്. വലിയ കാര്യത്തിലൊക്കെ പോയതാണ്. എറിഞ്ഞിട്ട് ഒന്നും കിട്ടിയൊന്നുമില്ല. എല്ലാം തലയും തിരിച്ച് താഴോട്ട് പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ഡേ ഇതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ബായ്.